വിലക്കയറ്റത്തിലും പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. അവശ്യ സാധനങ്ങൾക്ക് ഇന്ന് വിപണിയിൽ പൊള്ളുന്ന വിലയാണ്. ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വില വർദ്ധിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ 8 രൂപയാണ് പൊതുവിപണിയിൽ 1 കിലോ അരിക്ക് ഇന്ന് കൂടിയത്. സപ്ലൈകോകളിലും സാധനങ്ങളില്ല. വിഷയത്തിൽ നോക്കുകുത്തിയായി മാറുകയാണ് കേരളത്തിലെ സർക്കാർ. വിപണിയിൽ ഇടപെടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണവും പ്രതിസന്ധിയിലാകുന്നുണ്ട്. നിലവിലെ ഉച്ചഭക്ഷണ വിഹിതം സർക്കാർ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അതും അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് പ്രധാന അധ്യാപകർ. കഴിഞ്ഞ 10 വർഷം ഉച്ചഭക്ഷണത്തിന് പുറമെ പോഷകാഹാരവും നൽകിയിരുന്നു സ്കൂളുകളിൽ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ. പൊതുവിപണിയിൽ ഇടപെട്ട് കുട്ടികൾക്കെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കാൻ സർക്കാരിനാവേണ്ടേ? ബിരിയാണിയും മന്തിയും അടക്കം കൊടുത്തിരുന്ന, പാലും മുട്ടയും കഴിച്ചിരുന്ന ഇടതുകാലത്തെ പൊതുവിദ്യാലയങ്ങൾ അന്യമാവുകയാണ്. വരാനിരിക്കുന്നത് ഓണമാണ്. എന്നാൽ UDF ഭരിക്കുന്ന കേരളത്തിൽ ഇത്തവണ ഓണം വറുതിയിലാകും. കഴിഞ്ഞ 10 വർഷവും വിലക്കയറ്റം വെറുതെ ഒന്നും പിടിച്ചു നിർത്തിയതല്ല, അതൊരു ഇടപെടലായിരുന്നു. പാവപ്പെട്ടവനെ പട്ടിണിക്കിടാത്ത നിലപാട്. കേന്ദ്രം സൃഷ്ടിച്ച സാമ്പത്തിക ഉപരോധത്തോട് പൊരുതി നിന്നതാണ് സപ്ലൈകോ ഫെയറുകൾ അടക്കം ആരംഭിച്ച ഓണത്തെ സമ്പന്നമാക്കിയത്. സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് LDF കാലം കേരളത്തിനുണ്ടായിരുന്നു. പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ പൂഴിമണ്ണ് വാരിയിടുന്ന പുതിയ ഭരണം. അന്നം മുടക്കികളാകുന്നുവോ UDF സർക്കാർ? ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാനായി അവിടെ ഉണ്ട്. അമൽനാഥ് പാടിച്ചാൽ, വിപണിയിൽ ഇടപെടുന്നില്ല, അവശ്യ സാധനങ്ങൾക്ക് തീവില, ഓണമാണ് വരാൻ പോകുന്നത്. അജ്മിഷാദ്, വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇനി ഓണത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള വിലക്കയറ്റം, അതായത് ആവശ്യ വസ്തുക്കളുടെ ഈ വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. 8 രൂപ വരെയാണ് ഓരോന്നിനും, അരി പോലുള്ളവയ്ക്കൊക്കെ വിലയായി കൂടിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അത് ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ കച്ചവടക്കാരോട് തന്നെ കാര്യങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് നിലവിലുള്ളത്. എല്ലാ സാധനവും വില കയറുകയാണ്. ഇപ്പം പഞ്ചസാര, അതുപോലെ തന്നെ ചോളം, അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഈ എന്താണ് പെട്രോളിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, എത്തനോളോ അങ്ങനെ എന്തോ സാധനം ഉണ്ടാക്കുന്ന കാരണം കുറേ ഭക്ഷ്യവസ്തുക്കൾ വില കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ. പിന്നെ പെട്രോളിൻ്റെ വില വർധന, അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ചാർജ് അങ്ങനെ കൂടി, അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ. ഏതൊക്കെ ഇനങ്ങൾക്കാണ് നല്ല രീതിയിൽ വിലക്കയറ്റമുള്ളത്? ഇപ്പോൾ പൊന്നിയരി എന്ന് പറഞ്ഞ അരി നന്നായിട്ട് കൂടി, പഞ്ചസാര ഭയങ്കരമായിട്ട് കൂടി, പിന്നെ കോൺഫ്ലവർ, അതുപോലത്തെ സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അരികൾ, പിന്നെ വെളിച്ചെണ്ണ, അങ്ങനെ പുറത്തുനിന്ന് വരുന്ന എല്ലാ വസ്തുക്കൾക്കും വില കൂടിയിരിക്കും. വെളിച്ചെണ്ണക്കൊക്കെ എത്രയാണ് വില കൂടിയത്? വെളിച്ചെണ്ണ ഇപ്പോൾ നിലവിൽ ഒരു പാക്കറ്റുമ്പോൾ തന്നെ ഒരു 20-30 രൂപ കൂടിയുണ്ട്. 180 ഉണ്ടായത് ഒരു 230 ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുജനത്തിന് ഇതൊക്കെ ഭയങ്കര ഭാരമായിട്ട് മാറും. ഇപ്പോൾ ഓണമാണ് വരുന്നത്, അപ്പോൾ ഈ വിലക്കയറ്റം ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും പ്രതിസന്ധിയായിരിക്കും. കാരണം എല്ലാവരും വളരെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഇത്രയും സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ അത് ജനങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. അജ്മിഷാദ്, അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഇനങ്ങൾക്കും വലിയ രീതിയിൽ വിലക്കയറ്റം. ഇപ്പോൾ മട്ടേരി ആണെങ്കിൽ പെട്രോൾ ഉണ്ടാക്കാനായി ഭക്ഷ്യവസ്തുക്കൾ വലിക്കുന്നു. അത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ സാഹചര്യമാണ്. ഇതിന് സമാനമായ സാഹചര്യം മഹാൽ യുദ്ധങ്ങളുടെ കാലത്ത് പല രാജ്യങ്ങളും ആവിഷ്കരിച്ചത് വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേന്ദ്ര സർക്കാരിനെതിരെ കൂടിയുള്ള വിമർശനം ആ കച്ചവടക്കാരൻ നമ്മളോട് പങ്കുവെക്കുകയാണ്. മാത്രമല്ല, നാടാകെ ഇത്തരത്തിൽ തീ പൊള്ളുന്ന ഒരവസ്ഥയിൽ എന്ത് ചെയ്യുകയാണ് UDF സർക്കാർ എന്നുള്ളതാണ്. നല്ലൊരു കാലം ഉണ്ടായിരുന്നു, മാതൃകാപരമായ 10 കൊല്ലം. അന്ന് ഇടപെടലുകളുടെ കാലമായിരുന്നു. ഇടപെട്ടു വിപണിയിൽ സർക്കാർ നേരിട്ട് ജനങ്ങളെ സഹായിക്കാൻ. ഇതിപ്പോൾ നോക്കൂ, മൗനം അവലംബിക്കുന്ന UDF ആണ് ഏറ്റവും ഗുരുതരമായ അനാസ്ഥ കാട്ടുന്നത്, അല്ലേ? ജനങ്ങളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? മെൽ അജ്മിഷാദ്, തീർച്ചയായും. അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ സപ്ലൈകോ അത് വലിയ രീതിയിൽ ആശ്വാസമാകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ ആവശ്യ വസ്തുക്കളൊക്കെ സപ്ലൈകോയിലൂടെ ചെറിയ വിലയ്ക്ക് വിൽക്കുവാനുള്ള ഒരു തരത്തിലുള്ള നടപടികളിലേക്കും സർക്കാർ പോകുന്നില്ല, സംസ്ഥാന സർക്കാർ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ വസ്തുക്കളുടെ വില കുറച്ച് ചെറിയ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ടെൻഡർ. തുടർന്നുള്ള ബുള്ളറ്റിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് തിരികെ എത്താം. അമൽനാഥ് പാടിച്ചാലാണ് അവിടെ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.